അപ്പോൾ ഇന്നത്തെ നമ്മുടെ സെഷൻ എന്ന് പറയുന്നത് നമ്മൾ രണ്ട് പാർട്ടായിട്ടായിരിക്കും എടുക്കുന്നത്. അതായത് നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് നമ്മൾ പാർട്ട് 1, പാർട്ട് 2 എന്ന് പറയുന്ന രണ്ട് സെഷനിലായിട്ടായിരിക്കും നമ്മൾ എടുക്കുന്നത്. സോ ദിസ് ഇസ് പാർട്ട് 1 ഓഫ് ഫസ്റ്റ് യൂണിറ്റ്, ഇൻട്രൊഡക്ഷൻ ടു ഇൻഫർമേഷൻ സിസ്റ്റം. സോ ലെറ്റ്സ് ഗെറ്റ് ഓൺ ടു ഇറ്റ്. ഫസ്റ്റ് ആദ്യം നമുക്ക് എന്താണ് ഇൻഫർമേഷൻ സിസ്റ്റം എന്നുള്ളത് നോക്കാം. നമ്മൾ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ എന്താണ് ഇൻഫർമേഷൻ സിസ്റ്റം എന്നുള്ളതൊക്കെ ജസ്റ്റ് നമ്മൾ ഓടിച്ചു നോക്കിയിട്ടൊന്ന് പോയിട്ടുണ്ട്. പക്ഷേ ഇനി മുതലുള്ള ക്ലാസ്സുകളിൽ നമ്മളെല്ലാം ഡീപ്പായിട്ട് പഠിക്കുന്നതായിരിക്കും. സോ ഫസ്റ്റ് നമുക്ക് എന്താണ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് നോക്കാം. ഒരു വലിയ സെന്റൻസ് ആയിട്ടാണ് കിടക്കുന്നത് എന്താണ് ഇൻഫർമേഷൻ സിസ്റ്റം എന്നുള്ളത്. പക്ഷെ അത് നമുക്കൊരു 3 പാർട്ടായിട്ട് പഠിക്കുകയാണെങ്കിൽ നമുക്കത് എളുപ്പമായിട്ട് പഠിക്കാൻ പറ്റും. ഫസ്റ്റ്, എന്തൊക്കെയാണ് ഇൻഫർമേഷൻ സിസ്റ്റത്തിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ്. സെക്കൻഡ്, എന്താണ് ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ ഫങ്ഷൻസ്. തേർഡ്, അത് നമ്മളെ എന്തിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നു. ഇങ്ങനെ 3 പാർട്ടായിട്ട് പഠിക്കുകയാണെങ്കിൽ എന്താണ് ഇൻഫർമേഷൻ സിസ്റ്റം എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഫസ്റ്റ് നോക്കി, നമുക്ക് ആദ്യം പറയാനുള്ളത് നമ്മുടെ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് വൺ സിംഗിൾ യൂണിറ്റ് അല്ല. ഒരിക്കലും വൺ സിംഗിൾ യൂണിറ്റ് ആയിട്ട് നമുക്ക് എന്തിനെ പറയാൻ പറ്റില്ല, ഇൻഫർമേഷൻ സിസ്റ്റത്തിനെ നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. ബട്ട് ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് വേരിയസ് അതർ കമ്പോണൻസ്. എന്തൊക്കെയാണ് ആ കമ്പോണൻസ്? ഒന്ന് ഹാർഡ്വെയർ നമുക്കറിയാം, നമ്മുടെ ഫിസിക്കൽ ആയിട്ടുള്ള കമ്പോണൻസിനെയൊക്കെയാണ് നമ്മൾ ഹാർഡ്വെയർ എന്ന് പറയുന്നത്, അതായത് കമ്പ്യൂട്ടറിന്റെ പെരിഫറൽസ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ. സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ യൂസർ ഇന്റർഫേസ്, നമ്മൾ കമ്പ്യൂട്ടറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഡേറ്റ, നമ്മൾ കമ്പ്യൂട്ടറിന് ഇൻപുട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ ഡേറ്റ എന്ന് പറയുന്നത്. പീപ്പിൾ, ഈ കാര്യങ്ങൾ നമ്മൾ വർക്ക് ചെയ്യിപ്പിക്കുന്ന നമ്മുടെ ഹ്യൂമൻ റിസോഴ്സിനെ നമ്മളിവിടെ പീപ്പിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നു. ആൻഡ് പ്രൊസീജിയർ, നമ്മുടെ റോ ഡേറ്റയെ ഇൻഫർമേഷൻ ആക്കുന്ന ആ പ്രോസസ്സിനെ നമ്മൾ പ്രൊസീജിയർ എന്ന് പറയുന്ന കാര്യം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ ഇത്രയും കാര്യങ്ങൾ കൂടിച്ചേരുന്ന ഒരു കോമ്പിനേഷൻ ഓഫ് കമ്പോണൻസ് ആണ് എന്തെന്ന് പറയുന്നത്, ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു 1 യൂണിറ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല എന്നുള്ളത് പറഞ്ഞത്. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞ കമ്പോണൻസ്? ഇപ്പോൾ ഹാർഡ്വെയർ വരുന്നുണ്ട്, സോഫ്റ്റ്വെയർ വരുന്നുണ്ട്, ഡേറ്റ വരുന്നുണ്ട്, പീപ്പിൾ വരുന്നുണ്ട്, പ്രൊസീജിയർ വരുന്നുണ്ട്. അപ്പൊ എന്താ പറയുന്നത്, ഇറ്റ് ഈസ് ആൻ ഇന്റർകണക്റ്റഡ് സിസ്റ്റം ഓഫ്, അല്ലെങ്കിൽ ഇന്റർകണക്റ്റഡ് നെറ്റ്വർക്ക് ഓഫ് ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, ഡാറ്റ, പീപ്പിൾ ആൻഡ് പ്രൊസീജിയേഴ്സ്. സെക്കൻഡ് പാർട്ട്, ഇനി എന്താണ് ഈ ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ ഫംഗ്ഷൻസ്? ഈ ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും ഡേറ്റയും പീപ്പിളും പ്രൊസീജിയറും ഒക്കെ കമ്പൈൻ ചെയ്ത് ഉണ്ടായിരിക്കുന്ന ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ ഫംഗ്ഷൻ എന്താണ്? ടു കളക്ട് ചെയ്യുക, പ്രോസസ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ റോ ഡേറ്റ നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല, അതിനെ നമ്മൾ പ്രോസസ് ചെയ്ത് ഇൻഫർമേഷൻ ആക്കിയാലേ നമുക്ക് ഇതിനെ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. അത് റോ ഡേറ്റയെ പ്രോസസ് ചെയ്യുക, പ്രോസസ് ചെയ്ത് കിട്ടുന്ന ഇൻഫർമേഷനെ സ്റ്റോർ ചെയ്തിട്ട് ആവശ്യമുള്ളപ്പോൾ ആ ഇൻഫർമേഷൻ എന്ത് ചെയ്യുക, ഡിസമിനേറ്റ് ചെയ്യുക, സ്പ്രെഡ് ചെയ്യുക, അല്ലെങ്കിൽ റിട്രീവ് ചെയ്യുക. ഇതുപോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇൻഫർമേഷൻ സിസ്റ്റം രൂപം കൊണ്ടേക്കുന്നത്. അപ്പൊ എന്തൊക്കെയാണ് ആ ഫങ്ഷൻസ്? ടു കളക്ട്, പ്രോസസ്, സ്റ്റോർ ആൻഡ് ഡിസമിനേറ്റ് ഇൻഫർമേഷൻ. ഇനി അപ്പൊ അത് രണ്ടുകൂടെ ചേർത്ത് നമ്മൾ എങ്ങനെ പറയും, എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു, എന്തൊക്കെ കമ്പോണൻസ് ചേർന്നാണ് ഇൻഫർമേഷൻ സിസ്റ്റം ഉണ്ടായിരിക്കുന്നത് നമ്മൾ പറഞ്ഞു, അതിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞു. അപ്പൊ ചേർത്ത് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് എൻ ഇന്റർകണക്റ്റഡ് നെറ്റ്വർക്ക് ഓഫ് ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, ഡേറ്റ, പീപ്പിൾ ആൻഡ് പ്രൊസീജിയേഴ്സ് ഡിസൈൻഡ് ടു കളക്ട്, പ്രോസസ്, സ്റ്റോർ ആൻഡ് ഡിസമിനേറ്റ് ഇൻഫർമേഷൻ. അപ്പൊ ഇത് രണ്ടുമായി. ഇനി ഇത് നമ്മളെ എന്തിനു സഹായിക്കുന്നു? ഈ ഇൻഫർമേഷൻ സിസ്റ്റംസ് നമ്മളെ എന്തിനാണ് സഹായിക്കുന്നത്? ഡിസിഷൻ മേക്കിംഗ്, ബെറ്റർ ഡിസിഷൻസ് എടുക്കാൻ വേണ്ടി നമ്മളെ അസിസ്റ്റ് ചെയ്യുന്നു. കോർഡിനേഷൻ, എല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടുവന്ന് ഒറ്റയതായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മളെ സഹായിക്കുന്നു. കൺട്രോൾ, നമുക്ക് തെറ്റ് കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ അതൊക്കെ റെക്ടിഫൈ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് നമ്മളെ സഹായിക്കുന്നു. ഈ 3 കാര്യങ്ങൾക്കാണ് നമ്മളെ ഇൻഫർമേഷൻ സിസ്റ്റം ഒരു ഓർഗനൈസേഷൻ ലെവലിൽ നമ്മളെ സഹായിക്കുന്നതെന്ന് നമുക്ക് പറയാം. അപ്പോൾ അതാണ് നമ്മുടെ ഓർഗനൈസേഷണൽ കൾച്ചറിൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിനുള്ള പ്രാധാന്യം. അപ്പൊ ഈ 3 കാര്യങ്ങളോട് ചേരുന്നതാണ് നമുക്ക് ഇൻഫർമേഷൻ സിസ്റ്റത്തിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നത്. എങ്ങനെയാണ് നോക്കിയാൽ, ഫസ്റ്റ് നമ്മൾ എന്താ പറയുന്നത്, ഇറ്റ് ഈസ് ആൻ ഇന്റർകണക്റ്റഡ് സിസ്റ്റം ഓഫ് ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, ഡേറ്റ, പീപ്പിൾ ആൻഡ് പ്രൊസീജിയേഴ്സ് ഡിസൈൻഡ് ടു, എന്തിനെ ഡിസൈൻ ചെയ്തേക്കുന്നത്? ടു കളക്ട്, പ്രോസസ്, സ്റ്റോർ ആൻഡ് ഡിസമിനേറ്റ് ഇൻഫർമേഷൻ. എന്തിനു വേണ്ടിയിട്ട്? ടു എയ്ഡ് ഇൻ ഡിസിഷൻ മേക്കിംഗ്, കോർഡിനേഷൻ ആൻഡ് കൺട്രോൾ. അത്രേ ഉള്ളൂ. അപ്പൊ അത്രയും പറയുമ്പോഴത്തേക്ക് എന്താവും, നമ്മുടെ ഇൻഫർമേഷൻ സിസ്റ്റംസ് എന്നുള്ള ആ ഒരു നമുക്ക് കംപ്ലീറ്റ് ആവും. ഒന്നുകൂടെ പറഞ്ഞു നോക്കി, ഇറ്റ് ഈസ് എൻ ഇന്റർകണക്റ്റഡ് നെറ്റ്വർക്ക് ഓഫ് ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, പീപ്പിൾ ആൻഡ് പ്രൊസീജിയേഴ്സ് ഡിസൈൻഡ് ടു കളക്ട്, പ്രോസസ്, സ്റ്റോർ ആൻഡ് ഡിസമിനേറ്റ് ഇൻഫർമേഷൻ ടു എയ്ഡ് ഇൻ ഡിസിഷൻ മേക്കിംഗ്, കോർഡിനേഷൻ ആൻഡ് കൺട്രോൾ. അത്ര ആകുമ്പോഴത്തേക്ക് നമുക്കൊരു ജനറൽ ഐഡിയ, നല്ല ജനറൽ സ്പെസിഫിക് ആയിട്ടുള്ള ഐഡിയ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അവിടെ ഇൻഫർമേഷൻ സിസ്റ്റം കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, അതിന്റെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ ആ ഒരു ഒറ്റ ഡെഫിനിഷനിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് ഡെഫിനിഷൻ അല്ല, ജസ്റ്റ് നമ്മളിപ്പോ ഒരു ഇൻട്രൊഡക്ഷൻ പോലെ പറഞ്ഞതേ ഉള്ളൂ ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ. പക്ഷേ നമ്മൾ ഡെഫിനേഷൻ ഇപ്പൊ നോക്കും, നെക്സ്റ്റ് നമ്മൾ ഡെഫിനേഷൻ ആണ് നോക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഈ സെയിം കാര്യങ്ങൾ തന്നെയാണ് എന്തിനകത്തും പറഞ്ഞിരിക്കുന്നത്, ഡെഫിനേഷനകത്തും പറഞ്ഞിരിക്കുന്നത്. നോക്കി, ഡെഫിനേഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം പറഞ്ഞിട്ടുണ്ട്, 2 ഡെഫിനേഷൻ നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. ഒന്ന് നോക്കി,
Information system, that is IS, is the study of complementary networks of hardware and software that people and organizations use. ആരൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു കോംപ്ലിമെന്ററി നെറ്റ്വർക്സിന്റെ ഒരു കൂട്ടായ്മയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ. ആരവിടെ യൂസ് ചെയ്യുന്നത്? പീപ്പിൾ ആൻഡ് ഓർഗനൈസേഷൻസ്. എന്തിനാണ് അവർ യൂസ് ചെയ്യുന്നത്? ടു കളക്ട്, ഫിൽറ്റർ, പ്രോസസ്, ക്രിയേറ്റ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ഡാറ്റ. ഇത്രയാണ് നമ്മൾ നേരത്തെ ഉള്ള നമ്മൾ ഉണ്ടാക്കിയ ഒരു ഡെഫിനിഷനിലും പറഞ്ഞത്. ആ സെയിം കാര്യം തന്നെയാണ് നമ്മൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ വായിച്ചു നോക്കി. ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് കോംപ്ലിമെന്ററി നെറ്റ്വർക്സ് ഓഫ് ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ that people and organizations use to collect, filter, process, create and distribute data. ഇത്രേ ഉള്ളൂ. സെക്കൻഡ് ഡെഫിനേഷൻ നോക്കുകയാണെങ്കിൽ സെയിം ഈ കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. വേറെ വ്യത്യാസമൊന്നുമില്ല. നോക്കി, ഇൻഫർമേഷൻ സിസ്റ്റംസ് ആർ കോമ്പിനേഷൻസ് ഓഫ് ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക്സ് ദാറ്റ് പീപ്പിൾ ബിൽഡ് ആൻഡ് യൂസ് ടു കളക്ട്, ക്രിയേറ്റ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് യൂസ്ഫുൾ ഡാറ്റ ടിപ്പിക്കലി ഇൻ ഓർഗനൈസേഷൻ. ഈ സെയിം കാര്യങ്ങൾ തന്നെയല്ലേ നമ്മൾ നേരത്തെ പറഞ്ഞത്? എന്തൊക്കെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? കോമ്പിനേഷൻ ഓഫ് ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക്. നമ്മൾ നേരത്തെ പറഞ്ഞതും അത് തന്നെ. ദാറ്റ് പീപ്പിൾ ബിൽഡ് ആൻഡ് യൂസ് ടു കളക്ട്. ആൾക്കാർ തന്നെ ക്രിയേറ്റ് ചെയ്ത് അവരെന്തിനാണ് യൂസ് ചെയ്യുന്നത്? കളക്ട്, ക്രിയേറ്റ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് യൂസ്ഫുൾ ഡാറ്റ. യൂസ്ഫുൾ ഡാറ്റയെ കളക്ട് ചെയ്യാന്, ക്രിയേറ്റ് ചെയ്യാന്, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ എന്തിനാണ് അവർ അത് ഉപയോഗിക്കുന്നു? ടിപ്പിക്കലി ഇൻ ഓർഗനൈസേഷൻ സെറ്റിംഗ്സ്. അത്രേ രണ്ട് ഡെഫിനേഷനകത്തും പറഞ്ഞിട്ടുള്ളൂ. ഈ സെയിം കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ നേരത്തെ ഇൻട്രൊഡക്ഷനകത്ത് പറഞ്ഞത്. അപ്പോൾ അത് മനസ്സിലാവുകയാണെങ്കിൽ നമുക്ക് ഡെഫിനേഷൻസ് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഡെഫിനേഷൻ ചോദിക്കുകയാണെങ്കിൽ ഇങ്ങനെ എഴുതുക. അല്ലാതെ ജനറൽ ആയിട്ട് നിങ്ങൾക്ക് ഇൻഫർമേഷൻ സിസ്റ്റം എന്താണെന്നുള്ളതാണെങ്കിൽ മറ്റേത് മനസ്സിലാക്കിയാലും മതി. സോ നെക്സ്റ്റ് നമുക്ക് ഇൻഫർമേഷൻ സിസ്റ്റം നമ്മൾ പറഞ്ഞു. ഇൻഫർമേഷൻ സിസ്റ്റം അവിടെ തൽക്കാലം നിൽക്കട്ടെ. നമുക്ക് ഇൻഫർമേഷനിലേക്ക് വരാം. ഇൻഫർമേഷൻ നമുക്ക് പല സ്ഥലത്തു നിന്നും കിട്ടും. പക്ഷെ നമുക്ക് റോ ഡേറ്റ ആയിട്ടാണ് കിട്ടുന്നത്. നമ്മളാണ് എന്ത് ചെയ്യുന്നത്? അതിനെ ഇൻഫർമേഷൻ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഈ ഇൻഫർമേഷൻ നമുക്ക് എവിടെ നിന്നൊക്കെയാണ് കിട്ടുന്നത്? ഒന്ന്, നമുക്ക് ഞാനിപ്പോ പറയുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ആ ഹൗസ് ഹോൾഡിൽ നിന്നുള്ള കുറച്ച് ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഒരു ഡൊമസ്റ്റിക് ലെവലിലുള്ള കാര്യങ്ങൾ പറയാം. നമ്മുടെ ഹൗസ് ഹോൾഡിൽ നമ്മളെ സംബന്ധിക്കുന്ന കുറച്ച് ഇൻഫർമേഷൻസ് നമുക്ക് കാണും. പുറത്ത് നമ്മുടെ സറൗണ്ടിങ്സിന് പുറത്തും നമ്മളെ ബാധിക്കുന്ന കുറച്ച് ഇൻഫർമേഷൻസ് നമുക്ക് ലഭിക്കും. സെയിം തന്നെയാണ് നമ്മൾ ഓർഗനൈസേഷൻ ലെവലിൽ പറയുകയാണെങ്കിൽ. ഓർഗനൈസേഷൻ ലെവലിൽ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ഒരു സിംഗിൾ മാനേജ്മെന്റ് അല്ല കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത്, അല്ലല്ലോ. അപ്പൊ ഈ ലോവർ ലെവൽ മാനേജ്മെന്റ് കാണും, ചെറിയ താഴേക്കിടയിലുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ. മിഡിൽ ലെവൽ മാനേജ്മെന്റ് കാണും, ഇവരെ അസിസ്റ്റ് ചെയ്യാനും ഇവര് തമ്മിലുള്ള ടോപ്പും ലോവർ ലെവൽ മാനേജ്മെന്റും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻസ് എനേബിൾ ചെയ്യാനും ഒക്കെ ഒരു മിഡിൽ ലെവൽ മാനേജ്മെന്റ് കാണും. പിന്നെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് പോലെ ടോപ്പ് ലെവൽ മാനേജേഴ്സ് കാണും. അപ്പൊ ഈ മൂന്ന് മാനേജ്മെന്റ് ലെവലിലും പല പല കാര്യങ്ങളാണ് ഡെയിലി നടക്കുന്നത്. മൂന്ന് ലെവൽ മാനേജ്മെന്റുകളും എന്തല്ല ഒരു സെയിം പ്രൊസീജിയറോ ഒരു സെയിം വർക്കോ അല്ല ഫോളോ ചെയ്യുന്നത്. അപ്പൊ അവർക്ക് കിട്ടുന്ന ഇൻഫർമേഷനുകളും വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പൊ അതുപോലെ തന്നെ ഒരു ഓർഗനൈസേഷനെ ബാധിക്കുന്ന കുറെ ഇൻഫർമേഷൻസ് അവർക്ക് ബിസിനസിന് പുറത്തുനിന്നും കിട്ടും. അതെന്തൊക്കെയാണ് നമ്മൾ ഇവിടെ നോക്കുന്നത്? അപ്പൊ നമുക്ക് മെയിൻലി പറയുകയാണെങ്കിൽ രണ്ട് ടൈപ്പ് ഓഫ് ഇൻഫർമേഷൻ ഉണ്ടെന്ന് നമുക്ക് പറയാം. അപ്പൊ നിങ്ങൾക്ക് ഇപ്പം ഞാൻ പറഞ്ഞത് വെച്ച് ഊഹിക്കാൻ പറ്റും എന്തൊക്കെയാണ് ആ രണ്ട് ടൈപ്പ് ഇൻഫർമേഷൻസ്. ഒന്ന് ഇന്റേണൽ ഇൻഫർമേഷനും രണ്ട് എക്സ്റ്റേണൽ ഇൻഫർമേഷനും. പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഇന്റേണൽ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ബിസിനസിനകത്തു നിന്ന്, അതായത് 3 ലെവൽസ് ഓഫ് മാനേജ്മെന്റിനകത്തു നിന്ന് ബിസിനസിന് കിട്ടുന്ന ഇൻഫർമേഷൻസ് ആണ് ഇന്റേണൽ ഇൻഫർമേഷൻസ് എന്ന് പറഞ്ഞാൽ. ജനറൽ ആയിട്ട് അത്ര മനസ്സിലാക്കിയാൽ മതി. സെക്കൻഡ്, എക്സ്റ്റേണൽ ഇൻഫർമേഷൻ എന്തായിരിക്കും? ബിസിനസിന്റെ സറൗണ്ടിങ്സിന് പുറത്തു നിന്ന് ബിസിനസിനെ ബാധിക്കുന്ന കാര്യങ്ങൾ, അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ ബിസിനസിന് കിട്ടുകയാണെങ്കിൽ അതാണ് നമ്മൾ എക്സ്റ്റേണൽ ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. നമുക്കത് നോക്കാം. ഇന്റേണൽ ഇൻഫർമേഷൻ. Internal information എന്താ? Internal information is defined as information generated by organizations operations at various management levels in various functional areas. ഒരു ഫംഗ്ഷണൽ ഏരിയ മാത്രമല്ല, പല ഡിപ്പാർട്ട്മെന്റുകളായിട്ട് ഇങ്ങനെ തിരിച്ചേക്കും ഒരു ഓർഗനൈസേഷനിൽ. ഇവിടെ നിന്നെല്ലാം നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസ് ജോയിൻ ചെയ്തിട്ടാണ് നമ്മൾ റിപ്പോർട്ടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കി ഡിസിഷൻ മേക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ബിസിനസിനകത്തു നിന്ന് തന്നെ ബിസിനസിന് കിട്ടുന്ന ഇൻഫർമേഷനെയാണ് നമ്മൾ ഇന്റേണൽ ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. ബിസിനസിനകത്തുള്ള ഇൻഫർമേഷന്റെ കാര്യം എന്താ? അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസിനകത്തുള്ള കാര്യങ്ങളൊക്കെ ഏറെക്കുറെ ബിസിനസിനെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്, മാനേജ്മെന്റിനെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ അവർക്കത് ആ ഇൻഫർമേഷൻ അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള രീതിയിൽ അവർക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിന്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട് അവിടെ, പ്രൊഡക്ഷൻ ഫിഗേഴ്സ്, സെയിൽസ് ഫിഗേഴ്സ്. ഈ വർഷം അല്ലെങ്കിൽ ഈ ക്വാർട്ടറിൽ നമ്മൾ എത്ര യൂണിറ്റുകൾ പ്രൊഡ്യൂസ് ചെയ്തു, അല്ലെങ്കിൽ എത്ര യൂണിറ്റുകൾ സെയിൽ ചെയ്തു തുടങ്ങിയ കാര്യങ്ങളൊക്കെ ബിസിനസ് ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അപ്പൊ ഈ ഇൻഫർമേഷൻ ഒക്കെ എന്താണെന്ന് നമുക്ക് പറയാം? ഇന്റേണൽ ഇൻഫർമേഷൻ ആയിട്ട് നമുക്ക് പറയാം. അപ്പൊ നമുക്ക് എക്സ്റ്റേണൽ ഇൻഫർമേഷനോ ജസ്റ്റ് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. എക്സ്റ്റേണൽ ഇൻഫർമേഷൻ എന്തായിരിക്കും? typically gathered from the business organization's surroundings. External information is defined as information that comes from outside the organization. Highlight ചെയ്തേക്കുന്നത് മാത്രം നോക്കിയാൽ മതി. Information that comes from
ഔട്ട്സൈഡ് ദ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷന് പുറത്തു നിന്ന് ബിസിനസ്സിന് കിട്ടുന്ന ഇൻഫർമേഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് എക്സ്റ്റേണൽ ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. സിമ്പിൾ ആസ് ദാറ്റ്, അത്രേ ഉള്ളൂ. ആൻഡ് ഹാസ് ആൻ ഇമ്പാക്ട് ഓൺ ഇറ്റ്സ് പെർഫോമൻസ്. അപ്പൊ അതിന്റെ രണ്ട് എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. ഗവൺമെന്റ് പോളിസീസ്, മാർക്കറ്റ് കണ്ടീഷൻസ്. ഇതൊന്നും ഗവൺമെന്റ് പോളിസീസ്, മാർക്കറ്റ് കണ്ടീഷൻസ് ഇതൊന്നും എന്തല്ല ബിസിനസിന്റെ കൺട്രോളിലുള്ള കാര്യങ്ങളല്ല. പക്ഷെ ഇതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ ഇല്ലാതെ ബിസിനസിന് മുന്നോട്ട് പോകാനും പറ്റത്തില്ല. അതുകൊണ്ടാണ് അതിന്റെ പെർഫോമൻസിനെ ഇമ്പാക്ട് ചെയ്യുമെന്ന് പ്രത്യേകിച്ച് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഈ തരത്തിലുള്ള ഇൻഫർമേഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് എക്സ്റ്റേണൽ ഇൻഫർമേഷൻ. ഇത് ബിസിനസിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പം മാർക്കറ്റിലെ ട്രെൻഡ് എന്താണ് അതൊക്കെ അറിഞ്ഞാലേ അവർക്ക് അടുത്ത പ്രോഡക്റ്റ് ഇറക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഗവൺമെന്റിന്റെ ഇപ്പോഴത്തെ ടാക്സ് പോളിസിയും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണ് ഇതൊക്കെ അറിഞ്ഞാലേ അവർക്ക് അവരുടെ ബുക്കും കാര്യങ്ങളും ഒക്കെ ക്ലിയർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഇതെല്ലാം അവർക്ക് ആവശ്യമുള്ള ഇൻഫർമേഷൻ തന്നെയാണ്. അപ്പോൾ ഇന്റേണൽ ഇൻഫർമേഷനും എക്സ്റ്റേണൽ ഇൻഫർമേഷനും എന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കി. സോ നെക്സ്റ്റ് നമുക്ക് നോക്കാം. ഡയമെൻഷൻസ് ഓഫ് ഇൻഫർമേഷൻ സിസ്റ്റം. അപ്പോൾ ഒരു സിംഗിൾ ഡയമെൻഷൻ അല്ല എന്തെന്ന് പറയുന്ന ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. കാരണം നമ്മൾ ഒരു സിംഗിൾ യൂസിനോ അല്ലെങ്കിൽ ഒരു സിംഗിൾ ടൈപ്പ് ഓഫ് ആൾക്കാരോ മാത്രമൊന്നും അല്ല നമ്മളിത് യൂസ് ചെയ്യുന്നത്. നമ്മൾ പീപ്പിൾ യൂസ് ചെയ്യുന്നുണ്ട്, ഓർഗനൈസേഷൻസിൽ വേറെ എക്സ്റ്റൻസീവ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, ഓരോ ഡിപ്പാർട്ട്മെന്റുകളിൽ പ്രത്യേകമായിട്ടുള്ള രീതിയിൽ നമ്മൾ ഇൻഫർമേഷൻ സിസ്റ്റം ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ വേരിയസ് ഡയമെൻഷൻസ് ആണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് നോക്കിയ ഓർഗനൈസേഷണൽ ഡിമെൻഷൻ. This refers to how the information system fits into the organization structure and how it supports the organization's goals and objectives. ഓരോ ഓർഗനൈസേഷനും ഒരു സ്ട്രക്ചർ ഉണ്ട്. നമുക്ക് നേരത്തെ കോമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്കായിരിക്കും നേരത്തെ അറിയാവുന്ന കാര്യമായിരിക്കും എന്ത് ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ലെവൽ അല്ലെങ്കിൽ ഒരു നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു കൾച്ചർ. ഇപ്പൊ കമ്മ്യൂണിക്കേഷന്റെ ആണെങ്കിൽ നമ്മളിപ്പോ ഒരു സ്ട്രക്ചർ നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു ലൈൻ ആയിരിക്കും. എങ്ങനെ താഴേക്കിടയിലുള്ള ആൾക്കാരിൽ നിന്ന് തൊട്ട് മുകളിലുള്ള ആൾക്കാരിലേക്ക് കമ്മ്യൂണിക്കേഷൻ പോകും, അതിൽ നിന്ന് വീണ്ടും തൊട്ട് മുകളിലേക്കുള്ള ആൾക്കാരിലേക്ക് പോകും, അങ്ങനെ പോകുന്ന ഒരു സ്ട്രക്ചർ. അപ്പൊ അതുപോലുള്ള കുറെ കാര്യങ്ങളാണ് നമ്മൾ ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇതിനകത്ത് പഠിക്കുന്നത്. അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമല്ല, അത് ജസ്റ്റ് പറയുന്നേ ഉള്ളൂ. അപ്പൊ എന്താണ് ആ ഒരു ഓർഗനൈസേഷണൽ സ്ട്രക്ചറുമായിട്ട് എങ്ങനെയാണ് ഓർഗനൈസേഷൻ ഫംഗ്ഷൻ ചെയ്യുന്നത് അതിന്റെ ഒരു എന്താ പറയുന്നത് ഒരു ചട്ടക്കൂട് എന്ന് പറയും. അതിനെയാണ് നമ്മൾ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഓർഗനൈസേഷന്റെ ഫംഗ്ഷനിങ് രീതിയുമായിട്ടും അതിന്റെ കൾച്ചറുമായിട്ടും എങ്ങനെ ഈ ഇൻഫർമേഷൻ സിസ്റ്റം ചേർന്ന് പോകുന്നു എന്നുള്ളതാണ് നമ്മൾ ഇതിനകത്ത് പറയുന്നത് ഓർഗനൈസേഷണൽ ഡിമെൻഷനകത്ത് പറയുന്നത്. അപ്പം വെറുതെ എങ്ങനെ ചേർന്ന് പോകുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? എങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റുന്നത് അത് ആപ്റ്റ് ആയിട്ടുള്ള ആ ഇൻഫർമേഷൻ സിസ്റ്റം നമ്മുടെ ഓർഗനൈസേഷൻ ആപ്റ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് ആ ഓർഗനൈസേഷന്റെ ഗോൾസും ഒബ്ജക്റ്റീവ്സുമായിട്ട് അലൈൻ ചെയ്ത് പോകണം, അതിനെ സപ്പോർട്ട് ചെയ്യണം എന്ത് നമ്മൾ അഡോപ്റ്റ് ചെയ്തേക്കുന്ന ഇൻഫർമേഷൻ സിസ്റ്റം. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, എന്താണെന്ന് പറയാൻ പറ്റത്തുള്ളൂ, അത് നമുക്ക് ഐഡിയൽ ആയിട്ടുള്ള ഒരു സിസ്റ്റം ആണ് നമുക്ക് അവിടെ പറയാൻ പറ്റത്തുള്ളൂ. അതാണ് ഓർഗനൈസേഷണൽ ഡയമെൻഷനകത്ത് പറയുന്നത്. നെക്സ്റ്റ് നോക്കിയാൽ മാനേജ്മെന്റ് ഡയമെൻഷൻ. Management dimension include things like password, backup procedures, and data security policies. പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. Information systems provide managers with tools and information to allocate, coordinate, and make long-term strategic decisions. അത് നിങ്ങൾക്ക് അടുത്ത് പറയുമ്പോൾ മനസ്സിലാവും മാനേജ്മെന്റ് ഡയമെൻഷന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. കാരണം ഈ മാനേജ്മെന്റ് ഡിമെൻഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ ബിസിനസിന്റെ കീ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാനായിട്ട് നമ്മൾ ഇൻഫർമേഷൻ സിസ്റ്റം യൂസ് ചെയ്യുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ബിസിനസിന്റെ കീ ആയിട്ടുള്ള കാര്യങ്ങൾ മാസ്റ്റർ ഫയൽസും കാര്യങ്ങളൊക്കെ നമ്മൾ എന്തായിരിക്കും ഈ ഇൻഫർമേഷൻ സിസ്റ്റം വഴിയായിരിക്കും നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പൊ അത് നമ്മൾ സെക്യൂർ ചെയ്ത് വെക്കേണ്ടതും നമ്മുടെ ഉത്തരവാദിത്വം തന്നെയാണ്. അപ്പൊ അതിനകത്ത് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? പാസ്വേഡ്സ്, ബാക്കപ്പ് പ്രൊസീജിയേഴ്സ് ആൻഡ് ഡേറ്റ സെക്യൂരിറ്റി പോളിസീസ്, ഇതൊക്കെയാണ് അതിനകത്ത് വരുന്നത്. അപ്പൊ ഈ ഇൻഫർമേഷൻ സിസ്റ്റം മാനേജ്മെന്റ് ഡയമെൻഷനിൽ എങ്ങനെയാണ് ബിസിനസിനെ സഹായിക്കുന്നത് അത് നോക്കി. വിത്ത് tools and information to allocate, coordinate and make long-term strategic decisions. ഇതിനൊക്കെ മാനേജ്മെന്റിനെ സഹായിക്കുന്നതാണ്. അതാണ് എന്തെന്ന് പറയുന്നത് മാനേജ്മെന്റ് ഡയമെൻഷൻ ഓഫ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ജസ്റ്റ് അത്രേ ഉള്ളൂ. നെക്സ്റ്റ് വൺ is technology dimension or technological dimension. This includes the hardware, software, data and network components that comprises an information system's technical infrastructure. A server, a personal computer and a database software, for example, are examples of technical dimensions. അതായത് നമ്മുടെ ഇൻഫർമേഷൻ സിസ്റ്റം ഫംഗ്ഷൻ ചെയ്യാനായിട്ട് ടെക്നോളജിക്കലി അത് പോസിബിൾ ആക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ എന്തിനകത്ത് പറയുന്നത് ടെക്നോളജി ഡയമെൻഷനകത്ത് പറയുന്നത്. എന്ത് നമ്മുടെ ഇൻഫർമേഷൻ സിസ്റ്റം ഫംഗ്ഷൻ ചെയ്യാനായിട്ട് ഫിസിക്കലി അല്ലെങ്കിൽ ടെക്നോളജിക്കലി പോസിബിൾ ആക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് പറയുന്നത് ടെക്നോളജി ഡയമെൻഷനകത്ത് പറയുന്നത്. ദിസ് ഇൻക്ലൂഡ് ദ ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, ഡേറ്റ ആൻഡ് നെറ്റ്വർക്ക് കമ്പോണൻസ് ദാറ്റ് കംപ്രൈസ് ആൻ ഇൻഫർമേഷൻ സിസ്റ്റംസ് ടെക്നിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ. അതിനെ ഫിസിക്കലായിട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെ? ഹാർഡ്വെയർ വരും, സോഫ്റ്റ്വെയർ വരും, ഡേറ്റ വരും, നെറ്റ്വർക്ക് കമ്പോണൻസ് വരും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് വരുന്ന ടെക്നോളജി ഡയമെൻഷനകത്ത് വരുന്നത്. അതിന്റെ എക്സാമ്പിൾ ആണ് പറഞ്ഞിരിക്കുന്നത് എ സെർവർ, എ പേഴ്സണൽ കമ്പ്യൂട്ടർ, എ ഡേറ്റാബേസ് സോഫ്റ്റ്വെയർ ഫോർ എക്സാമ്പിൾ ആർ ഓൾ എക്സാമ്പിൾസ് ഓഫ് ടെക്നിക്കൽ ഡയമെൻഷൻസ്. അപ്പൊ അതാണ്. നെക്സ്റ്റ് നോക്കിയ സ്ട്രാറ്റജിക് ഡയമെൻഷൻ. This entails aligning information system with an organization's overall goals and strategies.
സ്ട്രാറ്റജിക് ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ നേരത്തെ മാനേജ്മെന്റ് ഡയമെൻഷനിൽ പറഞ്ഞ പോലെ തന്നെയാണ്. പക്ഷെ ഇവിടെ എന്താണ്? എങ്ങനെ നമ്മുടെ ഇൻഫർമേഷൻ സിസ്റ്റം നമ്മുടെ ഫൈനൽ ഗോൾ നമ്മൾ അറ്റൈൻ ചെയ്യാനുള്ള സ്ട്രാറ്റജി നമ്മൾ ക്രിയേറ്റ് ചെയ്യുമല്ലോ. നമ്മുടെ ഫൈനൽ ഗോൾ അറ്റൈൻ ചെയ്യാനുള്ള സ്ട്രാറ്റജി നമ്മൾ ക്രിയേറ്റ് ചെയ്യും. ഈ സ്ട്രാറ്റജിയുമായിട്ട് എങ്ങനെ അലൈൻ ചെയ്ത് പോകുന്നു നമ്മുടെ ഇൻഫർമേഷൻ സിസ്റ്റം എന്നുള്ളതാണ് സ്ട്രാറ്റജിക് ഡയമെൻഷനകത്ത് നമ്മൾ നോക്കുന്നത്. ദിസ് ഇൻക്ലൂഡ്സ് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ് ആസ് വെൽ ആസ് ദ ഇമ്പാക്ട് ഓഫ് ഇൻഫർമേഷൻ സിസ്റ്റം ഓൺ ദ കോമ്പറ്റീറ്റീവ്നെസ് ആൻഡ് സക്സസ് ഓഫ് ദി ഓർഗനൈസേഷൻസ്. ആ ഇൻഫർമേഷൻ സിസ്റ്റം നമ്മുടെ ബിസിനസിനെ കോമ്പറ്റീറ്റീവ് ആയിട്ടും സക്സസ്ഫുൾ ആയിട്ടും എങ്ങനെ നിലനിർത്താൻ എങ്ങനെ സഹായിക്കുന്നു എന്നുള്ളത് നമ്മൾ എന്തിനാണ് പറയുന്നത്? സ്ട്രാറ്റജിക് ഡയമെൻഷനകത്താണ് പറയുന്നത്. സിമ്പിൾ അല്ലേ? ജസ്റ്റ് അത്രയൊന്ന് ഓർത്തിരുന്നാൽ മതി. സോ നെക്സ്റ്റ് വൺ, പിന്നെ നമ്മൾ കുറച്ചുകൂടെ ഒരു താഴെ ലെവലിലോട്ട് വരികയാണ്, ഒരു പേഴ്സണൽ അല്ലെങ്കിൽ യൂസർ ലെവലിലേക്ക് വരികയാണ്. അവിടെ നമ്മൾ നോക്കുന്നതാണ് യൂസർ ഡയമെൻഷൻ എന്ന് പറയുന്നത്. യൂസർ ഡയമെൻഷൻ എന്താണ്? ദിസ് റെഫേഴ്സ് ടു ദ ഇൻഫർമേഷൻ സിസ്റ്റംസ് എൻഡ് യൂസർ ആൻഡ് ഹൗ ദേ ഇന്ററാക്ട് വിത്ത് ഇറ്റ്. അതായത് നമ്മളിപ്പം നമ്മുടെ കമ്പ്യൂട്ടർ ഉപയോഗിക്കുക, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ നേടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ അതാണ് യൂസർ ഡയമെൻഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഡയറക്റ്റ്ലി ഇൻവോൾവ് ആയിരിക്കുന്ന നമ്മുടെ ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ ഒരു ടൂൾ. ഇപ്പൊ നമ്മുടെ കമ്പ്യൂട്ടർ ആവാം, നമ്മുടെ ഫോൺ ആവാം, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതാണ് യൂസർ ഡിമെൻഷൻ അത് പറയുന്നത്. അതിന്റെ എക്സാമ്പിൾ ആണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇ കൊമേഴ്സ് വെബ്സൈറ്റ് ഫോർ എക്സാമ്പിൾ ഇസ് എ പാർട്ട് ഓഫ് യൂസർ ഡിമെൻഷൻ ബിക്കോസ് ഇറ്റ് അലൗസ് കസ്റ്റമേഴ്സ് ടു പർച്ചേസ് ഗുഡ്സ് ആൻഡ് സർവീസ്. നമ്മളിപ്പോ നേരെ ആമസോൺ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ കയറിയിട്ട് എന്തെങ്കിലും സാധനം ഓർഡർ ചെയ്യുക, പർച്ചേസ് ചെയ്യുക. അപ്പൊ അങ്ങനെ ഇ കൊമേഴ്സ് വെബ്സൈറ്റ് തന്നെ ആവുന്നത് നമ്മളിപ്പോ പല രീതിയിലുള്ള കാര്യങ്ങൾ നമ്മളിപ്പോ ഫോണിൽ കൂടെയും കമ്പ്യൂട്ടറിൽ കൂടെ ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതെല്ലാം എന്തിന് എക്സാമ്പിൾ ആണ്? യൂസർ ഡിമെൻഷന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ ഡയമെൻഷൻസും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു. നമ്മൾ എത്ര ഡയമെൻഷൻസ് പറഞ്ഞാൽ ഇതുവരെ? ജസ്റ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം. നമ്മൾ ആദ്യം എന്ത് പറഞ്ഞു? ആദ്യം ഓർഗനൈസേഷൻ ഡയമെൻഷൻ പറഞ്ഞു, മാനേജ്മെന്റ് ഡയമെൻഷൻ പറഞ്ഞു, പിന്നെ ടെക്നിക്കൽ ഡയമെൻഷൻ പറഞ്ഞു, അല്ലെങ്കിൽ ടെക്നോളജിക്കൽ ഡയമെൻഷൻ പറഞ്ഞു, സ്ട്രാറ്റജിക് ഡയമെൻഷൻ പറഞ്ഞു, ലാസ്റ്റ് നമ്മൾ യൂസർ ഡയമെൻഷൻ പറഞ്ഞത് എൻഡ് ചെയ്തു. സോ നെക്സ്റ്റ് വൺ എന്താണ് നമ്മൾ നോക്കുന്നത്? ഓപ്പറേറ്റിംഗ് എലമെന്റ്സ് ഓഫ് ഇൻഫർമേഷൻ സിസ്റ്റം. നമുക്ക് എല്ലാം അറിയാവുന്ന കാര്യമാണ്, സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്, പ്രത്യേകിച്ച് അതിനൊരു എടുത്തു പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെ. എന്നാലും നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി പോവാം. ഫസ്റ്റ് എന്തൊക്കെ എലമെന്റ്സ് ഉണ്ടെന്ന് നമ്മൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. നോക്കി, ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, ഡാറ്റ, പ്രൊസീജിയർ, പീപ്പിൾ, നെറ്റ്വർക്ക്, പോളിസീസ് ആൻഡ് സെക്യൂരിറ്റി മെഷേഴ്സ്. ഇത്രയും കാര്യങ്ങളുണ്ട്. ജസ്റ്റ് നമുക്ക് എന്തൊക്കെയാണ് അതൊന്ന് നോക്കി പോവാം. ഫസ്റ്റ് ഹാർഡ്വെയർ എന്താണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞിട്ട് ആവശ്യമില്ല, എന്നാലും പറയാം. ഹാർഡ്വെയർ എന്താണ്? ഫിസിക്കൽ കമ്പോണൻസ് ദാറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ഇൻഫർമേഷൻ സിസ്റ്റം ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഹാർഡ്വെയർ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ കമ്പ്യൂട്ടറിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ എന്താ പറയുക? അതിന്റെ പെരിഫറൽസ്, ബാക്കി നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, അങ്ങനെയൊക്കെയാണ് നമ്മൾ ഹാർഡ്വെയർ എന്നുള്ളത് നമ്മൾ പഠിച്ചു വെച്ചേക്കുന്നത്. ആ സെയിം കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ ഹാർഡ്വെയർ എന്ന് പറയുന്നത്. ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ എന്താണ്? അതിന്റെ പെരിഫറൽസ്, അതിനെ ഫിസിക്കലി റൺ ചെയ്യാൻ വേണ്ടി ഫിസിക്കലി അതിനെ സഹായിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഹാർഡ്വെയർ എന്ന് പറയുന്നത്. സോഫ്റ്റ്വെയർ എന്താണ്? നമ്മൾ എൻഡ് യൂസറും ആ ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ ആ ടൂളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു എൻറ്റിറ്റിയാണ് നമ്മൾ എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഇപ്പൊ യൂസർ ഇന്റർഫേസ് നമ്മൾ പറഞ്ഞല്ലോ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അതുപോലുള്ള കാര്യങ്ങളൊക്കെ എന്താണ് നമുക്ക് സോഫ്റ്റ്വെയറിനകത്ത് പറയാനായിട്ട് പറ്റും. ഡാറ്റയും നമ്മൾ നേരത്തെ പറഞ്ഞാണ്, നമ്മൾ കളക്ട് ചെയ്യുന്ന, ഇൻപുട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങൾ, നമ്മൾ അങ്ങോട്ട് ഇൻപുട്ട് ചെയ്ത് കൊടുക്കുന്ന കാര്യങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡാറ്റ എന്ന് പറയുന്നത്. പ്രൊസീജിയർ നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മുടെ റോ ഡേറ്റയെ ഇൻഫർമേഷൻ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഇവിടെ പ്രൊസീജിയർ എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നത്. പീപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂമൻ റിസോഴ്സ്. ഈ കാര്യങ്ങളൊന്നും തന്നെ ചെയ്യുന്നതല്ലോ, നമ്മളിപ്പം അത്രയ്ക്ക് അങ്ങോട്ട് അഡ്വാൻസ്ഡ് ആയിട്ട് വരുന്നതേ ഉള്ളൂ. തൽക്കാലം നിലവിൽ നമ്മൾ ഇതെല്ലാം എന്ത് ചെയ്യാണ്? ആൾക്കാർ തന്നെയാണ് ചെയ്യുന്നത്, ഹ്യൂമൻ റിസോഴ്സ് തന്നെ, ഹ്യൂമൻസ് തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ അതാണ് നമ്മൾ പീപ്പിൾ എന്ന് പറയുന്ന ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ എല്ലാം കൂടെ നെറ്റ്വർക്ക് ആണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. എനിക്ക് നെക്സ്റ്റ് നോക്കിയാൽ നെറ്റ്വർക്ക്. ഈ നെറ്റ്വർക്ക് എന്നുള്ളത് നമുക്ക് രണ്ട് രീതിയിൽ പറയാം. ഒന്ന്, നമ്മുടെ ഇന്റർനെറ്റിനെ സൂചിപ്പിക്കുന്നതെന്ന് നമുക്ക് പറയാം. രണ്ട്, ഈ കാര്യങ്ങളെല്ലാം ഒരുമിച്ച് ഇന്റർ കണക്ട് ചെയ്ത ഒരു ഒറ്റ സിസ്റ്റമാണ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതാണ് അവിടെ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ലാസ്റ്റ് വൺ, പോളിസീസ് ആൻഡ് സെക്യൂരിറ്റി മെഷേഴ്സ്. ഇങ്ങനെ നമ്മൾ ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ ഒരു ഡ്രോബാക്ക് ആയിട്ട് നമ്മൾ എപ്പോഴും പറയുന്നത് എന്താണ്? പ്രോൺ ടു ഹാക്കിംഗ്, അല്ലെങ്കിൽ നമ്മുടെ ഡേറ്റ ലോസ് ആവാൻ വേണ്ടിയിട്ട് വളരെ പ്രോൺ ആയിട്ടുള്ള ഇതാണ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് നമ്മൾ എപ്പോഴും പറയും. അപ്പൊ അതിനെ ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ അടുത്തുള്ള പോളിസീസും സെക്യൂരിറ്റി മെഷേഴ്സും ഒക്കെയാണ് ലാസ്റ്റ് എലമെന്റ് ആയിട്ട് നമുക്ക് പറയാനായിട്ടുള്ളത്. അപ്പൊ എന്തൊക്കെ വരുന്നുണ്ട്? ഹാർഡ്വെയർ വരുന്നുണ്ട്, സോഫ്റ്റ്വെയർ വരുന്നുണ്ട്, ഡേറ്റ വരുന്നുണ്ട്, പ്രൊസീജിയർ, പീപ്പിൾ, നെറ്റ്വർക്ക് ആൻഡ് പോളിസീസ് ആൻഡ് സെക്യൂരിറ്റി മെഷേഴ്സ്. സോ അത്രയാണ് ഓപ്പറേറ്റിംഗ് എലമെന്റ്സ് ആയിട്ട് നമുക്ക് നോക്കാനുള്ളത്. മേജർ പ്രോസസിംഗ് ഫങ്ഷൻസ് ഇൻ ഇൻഫർമേഷൻ സിസ്റ്റംസ്. നമ്മൾ ഈ സെയിം കാര്യം തന്നെ നമ്മൾ ഇനിയും മുമ്പോട്ട് പോകുമ്പോൾ പിന്നെയും പഠിക്കുന്നുണ്ട്. എന്നാലും നമുക്ക് ജസ്റ്റ് ഇവിടെ നോക്കി പോവാം. മേജർ പ്രോസസിംഗ് ഫങ്ഷൻസ് ഇൻ ഇൻഫർമേഷൻ സിസ്റ്റം. ഒരു ഓർഗനൈസേഷനിൽ ഇൻഫർമേഷൻ സിസ്റ്റം ചെയ്യുന്ന പ്രോസസിംഗ് ഫങ്ഷൻസ് ആണ് നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത്. ഒരു ഓർഗനൈസേഷനിൽ ഇൻഫർമേഷൻ സിസ്റ്റം ചെയ്യുന്ന പ്രോസസിംഗ് ഫങ്ഷൻസ് ആണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് ഫംഗ്ഷൻ എന്താണ്? ഫസ്റ്റ് പ്രോസസിംഗ് ഫംഗ്ഷൻ എന്താണ്? ബിസിനസ് ട്രാൻസാക്ഷൻ
പ്രോസസിംഗ് കേട്ടിട്ടുണ്ടായിരിക്കും നിങ്ങൾ നേരത്തെ. ബിസിനസ് ട്രാൻസാക്ഷൻ പ്രോസസിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ പ്രോസസ് ഇൻവോൾവ്സ് റെക്കോർഡിംഗ്, സ്റ്റോറിംഗ് ആൻഡ് പ്രോസസിംഗ് ബിസിനസ് റിലേറ്റഡ് ഇവന്റ്സ് ടു എൻഷുർ ദെയർ ഇമ്പാക്ട് ഈസ് ആക്യുറേറ്റ്ലി റെക്കോർഡ് ഇൻ ഓർഗനൈസേഷൻ പെർഫോമൻസ് റെക്കോർഡ്. അപ്പൊ എന്താണ് പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ ബിസിനസ്സിൽ ഒരു ഡെയിലി നടക്കുന്ന കാര്യങ്ങൾ ഇതെല്ലാം നമ്മൾ വെറുതെ നമ്മളിങ്ങനെ നടന്നതങ്ങ് പോവല്ലേ ചെയ്യുന്നത്. നമ്മൾ ഈ കാര്യങ്ങളെല്ലാം റെക്കോർഡ് ചെയ്ത് വെക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? നമുക്ക് പിന്നെ അത് എന്ത് ചെയ്യാൻ, എടുത്ത് അനലൈസ് ചെയ്യാൻ വേണ്ടി ഇതെല്ലാം നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കുന്നുണ്ട്. ട്രാൻസാക്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്? റെക്കോർഡ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോ കാരണം അത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? നമ്മുടെ റിപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കത്തുള്ളൂ. അപ്പൊ അതാണ് നമ്മുടെ ബേസിക്, നമ്മൾ അക്കൗണ്ടിങ്ങിന്റെ ബേസിക് എന്ന് പറയുന്നത് അത് തന്നെയാണ്. എന്ത്? ഡെയിലി ട്രാൻസാക്ഷൻസ് നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കുന്നതാണ്. അപ്പൊ അത് തന്നെയാണ് നമ്മൾ ബിസിനസ് ട്രാൻസാക്ഷൻ പ്രോസസിംഗിനകത്ത് പറയുന്നത്. ഓക്കെ, ദ പ്രോസസ് ഇൻവോൾവ്സ് റെക്കോർഡിംഗ്, സ്റ്റോറിംഗ് ആൻഡ് പ്രോസസിംഗ് ബിസിനസ് റിലേറ്റഡ് ഇവന്റ്സ് ടു എൻഷുർ ദെയർ ഇമ്പാക്ട് ഈസ് ആക്യുറേറ്റ്ലി റെക്കോർഡ് ഇൻ ഓർഗനൈസേഷൻ പെർഫോമൻസ് റെക്കോർഡ്. ബിസിനസ്സിൽ എന്ത് കാര്യം നടന്നാലും, ട്രാൻസാക്ഷൻസ് എന്ത് നടന്നാലും, ട്രാൻസാക്ഷൻസ് മാത്രമല്ല, ഇപ്പം അവരുടെ എന്തെങ്കിലും ഒരു ഇവന്റ് കാര്യങ്ങൾ നമ്മളിപ്പോ ബിസിനസ്സിൽ നടത്തി, ഇപ്പോ ഒരു പെർഫോമൻസ് അനാലിസിസ് നടത്തി കാണും, ഒരു പുതിയ പെർഫോമൻസ് മാനേജ്മെന്റ് സിസ്റ്റം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് അതുവഴി നമ്മൾ എംപ്ലോയീസിന്റെ പെർഫോമൻസ് നമ്മൾ മെഷർ ചെയ്ത് കാണും. അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും അതുപോലൊരു പ്രോഗ്രാം കൊണ്ടുവന്ന് കാണും. സെയിൽസ് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു ഇവന്റ് നമ്മൾ നടത്തി കാണും. അതുപോലുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു? നമ്മൾ ബിസിനസ് ട്രാൻസാക്ഷൻ പ്രോസസിംഗിലൂടെ പ്രോസസ് ചെയ്ത് വെക്കുന്നു. അതാണ് BTP അല്ലെങ്കിൽ ബിസിനസ് ട്രാൻസാക്ഷൻ പ്രോസസിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഇമ്പോർട്ടന്റ് ആണ്, മാസ്റ്റർ ഫയൽ അപ്ഡേറ്റ്സ്. അത് നോക്കി, transactions effects are reflected in organizational performance status files which must be updated in entity status at a given time, taking into current transactions impact. അപ്പൊ അതെന്ന് വെച്ചാൽ എന്താണ്? മാസ്റ്റർ ഫയൽ അപ്ഡേറ്റ് ഞാൻ നേരത്തെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബിസിനസിന്റെ കീ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും? സ്റ്റോർ ചെയ്ത് വെക്കും. എന്തിനാ? നമുക്ക് ആവശ്യമുള്ള ടൈമിൽ റിട്രീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആണെങ്കിൽ ബിസിനസിന്റെ കറന്റ് പ്രോഫിറ്റ് ലെവല് അല്ലെങ്കിൽ കറന്റ് സെയിൽസ് ലെവൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മാസ്റ്റർ ഫയൽ അപ്ഡേറ്റിലാണ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കും. ഇതെന്ത് ചെയ്യുന്നു? ഇത് ഒരിക്കലും ഒരു സ്റ്റാറ്റിക് ആയിട്ട് ഇരിക്കുന്ന കാര്യമല്ല. ഒരു ബിസിനസിന്റെ പ്രോഫിറ്റ് ലെവൽ അല്ലെങ്കിൽ ഒരു ബിസിനസിന്റെ കീ കാര്യങ്ങളൊക്കെ ഒരിക്കലും ഒരുപോലെ തന്നെ എന്നും നിൽക്കത്തില്ല. ബിസിനസിന്റെ ലൈഫിൽ ഉടനീളം ഒരുപോലെ തന്നെ നിൽക്കത്തില്ല. നമുക്ക് എന്ത് ചെയ്യണം? ഇത് ചേഞ്ച് ചെയ്യുന്ന സമയത്ത്, ഓരോ ട്രാൻസാക്ഷൻ അനുസരിച്ച് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം? ഇത് അപ്ഡേറ്റ് ചെയ്യണം. അപ്പോ ഇൻഫർമേഷൻ സിസ്റ്റം നമ്മളെ ഇവിടെ എന്തിനു സഹായിക്കുന്നു? നമ്മൾ ഇവിടെ നമ്മുടെ കീ ഡേറ്റ നേരത്തെ മുതലേ നമ്മുടെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് അവിടെ നമ്മളെ എന്ത് സഹായിക്കുന്നു? ഈ മാസ്റ്റർ ഫയൽ അപ്ഡേറ്റ്സ് എന്ന് പറയുന്ന പ്രോസസിംഗ് ഫംഗ്ഷൻ നമ്മളെ സഹായിക്കുന്നു. ഞാൻ നേരത്തെ നമ്മൾ ഇൻട്രൊഡക്ഷൻ പറഞ്ഞപ്പോൾ പറഞ്ഞായിരുന്നു, നമുക്ക് ആവശ്യമുള്ള സമയത്ത് റിപ്പോർട്ട് വേണം, നമ്മളെ ഡേറ്റ നമ്മുടെ ഇഷ്ടത്തിന് മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കും, സെക്യൂർ ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാനൊക്കെ സഹായിക്കും എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സെയിം സാധനമാണ് നമ്മൾ ഇവിടെ പറയുന്ന മാസ്റ്റർ ഫയൽ അപ്ഡേറ്റ്സ് പറയുന്നത്. നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്, നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് പക്ഷെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് അത് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതിനെ നമുക്ക് ഇഷ്ടമുള്ള സമയത്ത്, നമുക്ക് ആവശ്യമുള്ള സമയത്ത് എന്ത് ചെയ്യാനായിട്ട് പറ്റും? റിപ്പോർട്ടായിട്ട് ഇങ്ങോട്ട് ജനറേറ്റ് ചെയ്യാനും പറ്റും. അതാണ് മാസ്റ്റർ ഫയൽ അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ഇൻഫർമേഷൻ റിപ്പോർട്ട് ജനറേഷൻ. മാസ്റ്റർ ഫയൽ അപ്ഡേറ്റ്സിന്റെ തൊട്ടടുത്ത സ്റ്റെപ്പായിട്ട് അല്ലെങ്കിൽ തൊട്ടടുത്ത പ്രോസസ് ആയിട്ട് നമുക്ക് ഇൻഫർമേഷൻ റിപ്പോർട്ട് ജനറേഷനെ വേണമെങ്കിൽ പറയാം. നമ്മൾ വെറുതെ കാര്യമില്ലാത്ത കുറെ ഡേറ്റ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചുകൊണ്ട് നമുക്ക് ഉപയോഗമില്ലല്ലോ. നമ്മളത് എന്താ ചെയ്യുന്നത്? നമുക്ക് ആവശ്യമുള്ള രീതിയിലേക്ക് അതിനെ മാറ്റുകയാണ് ചെയ്യുന്നത്. നമുക്ക് ആവശ്യമുള്ള ഇൻഫർമേഷൻ ഇവിടെ എന്താ? നമുക്കത് വെറുതെ കിട്ടിയാൽ പോരാ, നമുക്കതൊരു റിപ്പോർട്ടായിട്ട് തന്നെ കിട്ടണം. ഓർഗനൈസേഷന് നമ്മൾ കൊടുക്കുന്ന ഡേറ്റ ഒരു റിപ്പോർട്ടായിട്ട് തന്നെ കിട്ടിയാൽ മാത്രമേ അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഡിസിഷൻ മേക്കിങ്ങിന് എയ്ഡ് ചെയ്യത്തുള്ളൂ, അല്ലേ? അപ്പൊ എന്താണ് ഇൻഫർമേഷൻ റിപ്പോർട്ട് ജനറേഷൻ എന്ന് പറയുന്ന പ്രോസസിംഗ് ഫംഗ്ഷൻ എന്താ ചെയ്യുന്നത്? നമ്മൾ മാസ്റ്റർ ഫയൽ അപ്ഡേറ്റിൽ നമ്മൾ കൊടുത്ത കാര്യങ്ങളൊക്കെ നമുക്കൊരു റിപ്പോർട്ട് രൂപത്തിൽ നമുക്ക് തിരിച്ച് റിട്രീവ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന പ്രോസസ് ആണ് എന്ന് പറയുന്നത് ഇൻഫർമേഷൻ റിപ്പോർട്ട് ജനറേഷൻ എന്ന് പറയുന്നത്. വായിച്ചു നോക്കുകയാണെങ്കിൽ മനസ്സിലാവും. ദ പ്രോസസ് ഓഫ് പ്രോസസിംഗ് ട്രാൻസാക്ഷൻസ് ആൻഡ് അപ്ഡേറ്റിംഗ് മാസ്റ്റർ ഫയൽസ് റിസൾട്ട് ഇൻ ദ ജനറേഷൻ ഓഫ് ഇൻഫർമേഷൻ റിപ്പോർട്ട് ടു എയ്ഡ് മാനേജ്മെന്റ് മേക്കിംഗ് ഇൻഫോംഡ് ഡിസിഷൻസ്. അത്രയും കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. നെക്സ്റ്റ് വൺ, പ്രോസസിംഗ് ഓഫ് ഇന്ററാക്റ്റീവ് എൻക്വയറീസ്. എന്തെങ്കിലും ഇൻക്വയറി കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അത് കൂടുതൽ ഫസ്സും കാര്യങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് ഈസി ആയിട്ട് അതിനെ സംബന്ധിക്കുന്ന ഡേറ്റ നമുക്ക് റിട്രീവ് ചെയ്യാനായിട്ട് സാധിക്കും. നോക്കുകയാണെങ്കിൽ ഓൺലൈൻ ഇൻഫർമേഷൻ പ്രോസസിംഗ് സിസ്റ്റംസ് എനേബിൾ മാനേജേഴ്സ് ടു അഡ്രസ് ബിസിനസ് ക്വറീസ് ഇൻ ഡേറ്റ ഫയൽസ് ഇൻക്ലൂഡിംഗ് മാസ്റ്റർ ആൻഡ് ട്രാൻസാക്ഷൻ ഫയൽസ്. നമ്മൾ ഈ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്ന ഡേറ്റ ഫയൽസിലെ മാസ്റ്റർ ഫയൽസും ട്രാൻസാക്ഷൻ ഫയൽസും ഇതിനെല്ലാത്തിൽ നിന്നും നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു ക്വയറി ഉണ്ടെങ്കിൽ, ഒരു പ്രത്യേക ഇവന്റിനെ സംബന്ധിക്കുന്ന ഇൻഫർമേഷൻ നമുക്ക് ഇവിടെ കിട്ടണം. അവിടെ നമുക്കൊരു ഡൗട്ട് ഉണ്ട്, അത് അങ്ങനെയായിരുന്നോ ഇങ്ങനെയായിരുന്നോ നമുക്കൊരു ഡൗട്ട് ഉണ്ട്. അപ്പൊ അത് നമുക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടി എന്താ, ആ ക്വയറി നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ അതിലേക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? അതിന്റെ ആൻസർ നമുക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു രീതിയിൽ നമുക്ക് കിട്ടും.
നമുക്കിപ്പം ഒരു നമ്മൾ ഫിസിക്കലായിട്ട് സ്റ്റോർ ചെയ്യാന്നിരിക്കട്ടെ, ഫിസിക്കലായിട്ട് നമ്മൾ ഈ ഡേറ്റ എല്ലാം ഒരു വലിയ ബുക്കിനകത്ത് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു പ്രത്യേക ക്വറിയുടെ ആൻസർ വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെ പേജ് മറിച്ച് നമ്മൾ ഇരിക്കേണ്ടി വരും ഇല്ലേ. പക്ഷെ ഈ ഇൻഫർമേഷൻ സിസ്റ്റം നമ്മളെ എന്തിനു ഹെൽപ്പ് ചെയ്യുന്നു, ജസ്റ്റ് നമ്മുടെ ക്വറി നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് അതിനുള്ള ആൻസർ നമ്മുടെ ഡേറ്റ ഫയൽസിൽ നിന്ന്, മാസ്റ്റർ ഫയൽസിൽ നിന്നൊക്കെ നമുക്ക് റിട്രീവ് ചെയ്ത് നമുക്ക് കിട്ടുകയാണ്. അതാണ് പ്രോസസിംഗ് ഓഫ് ഇന്ററാക്റ്റീവ് എൻക്വയറീസ് എന്ന് പറയുന്ന പ്രോസസിംഗ് ഫംഗ്ഷന് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, പ്രൊവൈഡിംഗ് ഇന്ററാക്റ്റീവ് അനലിറ്റിക്കൽ സപ്പോർട്ട്. പ്രൊവൈഡിംഗ് ഇന്ററാക്റ്റീവ് അനലിറ്റിക്കൽ സപ്പോർട്ട് എന്ന് പറയുന്നതും ആ പ്രോസസിംഗ് ഫംഗ്ഷനും എന്താണ്, ഒരു ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റത്തിന്റെ ഒരു പാർട്ടായിട്ട് തന്നെ നമുക്ക് പറയാം. അതെന്താ ചെയ്യുന്നത്, ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം എക്സ്ട്രാക്ട് ഡാറ്റ ഫ്രം റെലവെന്റ് ഫയൽസ് ആൻഡ് അനലൈസ് പൊട്ടൻഷ്യൽ ആക്ഷൻസ് യൂസിംഗ് സയന്റിഫിക് ആൻഡ് പ്ലാനിംഗ് മോഡൽസ്. നമ്മളിപ്പോ ഒരു ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ഫ്യൂച്ചർ ഡിസിഷൻ എടുക്കാൻ വേണ്ടി, ഒരു കീ ഫ്യൂച്ചർ ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് മാനേജ്മെന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ആ ഇൻഫർമേഷൻ സിസ്റ്റത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ ഇതെന്താ ചെയ്യുന്നത്, ഇതിന് റെലവെന്റ് ആയിട്ടുള്ള ഡേറ്റ എല്ലാം കളക്ട് ചെയ്തത് ഒരുമിച്ച് കൊണ്ടുവന്നിട്ട് അതിനെ തറോ ആയിട്ട് അനലൈസ് ചെയ്യും. അനലൈസ് ചെയ്തതിന് ശേഷം നമുക്ക് കുറെ ഓൾട്ടർനേറ്റീവ്സ് ഇങ്ങനെ പറയാൻ, നമുക്കിപ്പോ ഒരു കാര്യം ചെയ്യാൻ ഒരു ഓൾട്ടർനേറ്റീവ് മാത്രമല്ല, പല ഓൾട്ടർനേറ്റീവ് ഉണ്ടെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം അനലൈസ് ചെയ്തിട്ട് സയന്റിഫിക് ആയിട്ടുള്ള മോഡൽസും ടൂൾസും ഒക്കെ വെച്ച് ഇതെല്ലാം അനലൈസ് ചെയ്യും. നമുക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്തേക്കുന്ന ഡാറ്റ എല്ലാം ഒരുമിച്ച് അസമിനേറ്റ് ചെയ്തിട്ട് ഇതിനെല്ലാം അനലൈസ് ചെയ്ത് നമ്മളെ എന്താണ് ബെറ്റർ ഓൾട്ടർനേറ്റീവ് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ അസിസ്റ്റ് ചെയ്യുന്നതാണെന്ന് പറയുന്നത് ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ അതാണ് പ്രൊവൈഡിങ് ഇന്ററാക്റ്റീവ് ആൻഡ് അനലിറ്റിക്കൽ സപ്പോർട്ട് എന്ന് പറയുന്ന പ്രോസസിംഗ് ഫംഗ്ഷൻ ആയിട്ട് നമ്മൾ പറയുന്നത്. അപ്പോൾ അത്രയാണ് എന്തെന്ന് പറയുന്നത് നമ്മൾ കീ പ്രോസസിംഗ് ഫംഗ്ഷൻസ് ഓഫ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. എത്ര മേജർ പ്രോസസിംഗ് ഫംഗ്ഷൻ നമ്മൾ പഠിച്ചിപ്പം, ഒന്ന് ബിസിനസ് ട്രാൻസാക്ഷൻ പ്രോസസിംഗ്, അതായത് ബിസിനസ്സിൽ നടക്കുന്ന ഇവന്റും കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്ത് വെക്കുന്നത്. നെക്സ്റ്റ് മാസ്റ്റർ ഫയൽ അപ്ഡേറ്റ്സ് ഞാൻ പറഞ്ഞു, നമ്മുടെ കീ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റ് സമയത്തിന് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുന്നത് മാസ്റ്റർ ഫയൽ അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ഇൻഫർമേഷൻ റിപ്പോർട്ട് ജനറേഷൻ. നമുക്ക് മാസ്റ്റർ ഫയൽ അപ്ഡേറ്റ്സ് നമ്മൾ കൊടുത്ത കാര്യങ്ങൾ, നമ്മൾ ഏത് റിപ്പോർട്ട് വേണമെങ്കിലും നമുക്ക് അവിടെ നിന്ന് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഇൻഫർമേഷൻ റിപ്പോർട്ട് ജനറേഷൻ എന്ന് പറയുന്നത്. പ്രോസസിംഗ് ഇന്ററാക്റ്റീവ് എൻക്വയറീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസ് റിലേറ്റഡ് ക്വയറീസ് ഒക്കെ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഡേറ്റയിൽ നമുക്ക് ഇൻഫർമേഷൻ എടുത്ത് അത് തരും. അതാണ് പ്രോസസിംഗ് ഓഫ് ഇന്ററാക്റ്റീവ് എൻക്വയറീസ് എന്ന് പറയുന്നത്. ലാസ്റ്റ് വൺ, പ്രൊവൈഡിംഗ് ഇന്ററാക്റ്റീവ് ആൻഡ് അനലിറ്റിക്കൽ സപ്പോർട്ട്. ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം എങ്ങനെ ബെറ്റർ ഡിസിഷൻ എടുക്കാൻ നമ്മളെ സഹായിക്കുന്നു, ഈ പ്രൊവൈഡിംഗ് ഇന്ററാക്റ്റീവ് അനലിറ്റിക്കൽ സപ്പോർട്ട് വഴി നമ്മളെ സഹായിക്കുന്നു. അപ്പൊ അത്രയാണ് നമുക്ക് ഇവിടെ നോക്കാനുള്ളത്. സോ നമ്മുടെ പാർട്ട് 1 നമ്മൾ അത്രയും ഇപ്പൊ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഈ യൂണിറ്റ് ഇപ്പൊ തീർന്നിട്ടില്ല. യൂണിറ്റിൽ നമുക്ക് കുറച്ച് കാര്യങ്ങളോട് ഡിസ്കസ് ചെയ്യാനുണ്ട്. അത് നമ്മൾ പാർട്ട് 2 ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും.